പുതുനഗരം കാരാട്ടുകുളം പെട്ടാം വാർഡിൽ CPM CPI നേർക്കുനേർ മത്സരിക്കുന്നത് വോട്ടർമാർക്കിടയിൽ കൗതുകം. ആരെ തള്ളണം ആരെ കൊള്ളണമെന്ന ആശങ്കയിലാകുന്നത് വോട്ടർമാരായ ജനങ്ങളാണ്. CPIക്ക് നൽകിയ വാർഡിൽ CPM സ്ഥാനാർത്ഥികളും മത്സരത്തിൽ തയ്യാറായതോടെ പ്രചരണം ചൂടുപിടിച്ചു. കാരാട്ടുകുളമ്പ് അവിയൽ പരുവത്തിലായതിൽ UDF NDA മുന്നണികൾ പ്രതീക്ഷയിലാണ്. നേരത്തെ CPI മത്സരിച്ച് വിജയിച്ച 8ാം വാർഡിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മുന്നണി ധാരണയിൽ ഒരു സീറ്റ് CPIക്ക് നൽകാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ രാധാകൃഷ്ണൻ പറഞ്ഞു. CPIക്ക് ജില്ലാ നേതൃത്വം അലോട്ട് ചെയ്ത അല്ലെങ്കിൽ നീക്കിവെച്ചിരിക്കുന്ന പുതുനഗരം പഞ്ചായത്തിലെ ഏക വാർഡാണ് 8ാം വാർഡ് കാരാട്ടുകുളമ്പ്. കഴിഞ്ഞ പ്രാവശ്യം അത് 7ാം വാർഡായിരുന്നു. ഇവിടെ CPI 2005 മുതൽ 2010 വരെ ഉള്ള കാലഘട്ടത്തിൽ മത്സരിക്കുകയും CPIയുടെ അരുവാൾ നെൽക്കതിർ അടയാളത്തിൽ വിജയിക്കുകയും 165ഓളം വോട്ടുകൾ വാങ്ങി വിജയിച്ച ഒരു വാർഡാണ്. അതിൽ വ്യത്യാസങ്ങൾ വന്നു എങ്കിലും 75-80% നിലവിലുള്ള വോട്ടർമാരുള്ള ഈ വാർഡിൽ പല ന്യായീകരണങ്ങളും പറഞ്ഞ് CPM കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുതൽ CPIയോട് മത്സരരംഗത്ത് ഉണ്ടായി. കഴിഞ്ഞ വർഷവും CPIയും CPM റിബലും മത്സരിച്ച് രണ്ട് വ്യക്തികളും ഇടതുപക്ഷത്തിൻ്റെ 2 വ്യക്തികളും തോൽക്കുകയും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. വീണ്ടും ഈ വർഷം CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ ബിന്ദു മത്സരിക്കുന്നു. CPIയുടെ അംഗങ്ങളായ CPI മെമ്പർമാരായ ശാന്തകുമാരിയാണ് ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ അല്ല ഞങ്ങളുടെ CPIൻ്റെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിൽ ഞങ്ങൾ വേർപെട്ട് നിൽക്കുകയും ശക്തമായി നേരിടുകയും ചെയ്യുന്ന ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ഉയർന്ന നേതാക്കന്മാർ ഇടപെട്ട് ഒരു രമ്യതയിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് പരിഹരിക്കാൻ സാധിക്കാതെ 2 വിഭാഗങ്ങളും നേർക്കുനേർ പോരാടുകയാണ്. അതിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസിനു വേണ്ടി രാധാമണിയും BJP സ്ഥാനാർത്ഥിയായി ദൈവാനിയുമാണ് മത്സരരംഗത്ത്. ഒരു സ്വതന്ത്രയും ഈ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.